കീഴാള ഇടവും അധിവാസത്തിൻ്റെ സംഘർഷങ്ങളും. ഫ്രാൻസിസ് നൊറോണയുടെ കക്കുകളി എന്ന കഥയെ മുൻനിർത്തിയുള്ള പഠനം എന്നതാണ് എൻ്റെ പ്രബന്ധ വിഷയം. ഈ പ്രബന്ധത്തിലെ പ്രധാന ചർച്ചകളെ സമയക്രമത്തെ മുൻനിർത്തി സംഗ്രഹിച്ച് അവതരിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഫ്രാൻസിസ് നൊറോണയുടെ കക്കുകളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം നദാലിയാണ്. തൻ്റെ കീഴാള ഇടത്തിൽ നിന്ന് കന്യാസ്ത്രീ മഠത്തിൻ്റെ മതാധികാരപരമായ അപര ഇടത്തിലേക്ക് നദാലി കുടിയേറുന്നു. ഈ അപര ഇടത്തിലെ നദാലിയുടെ അധിവാസം സംഘർഷങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. ഈ ഇടത്തിലെ ക്രമീകരണങ്ങളോടും വ്യവസ്ഥകളോടും നദാലി കലഹിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തൻ്റെ കീഴാള ഇടത്തിലേക്ക് അവൾ തിരികെ എത്തുകയും ചെയ്യുന്നു. വ്യത്യസ്ത ഇടങ്ങൾ തമ്മിലുള്ള സമ്പർക്കങ്ങൾ, വിനിമയങ്ങൾ, പരസ്പര സംഘർഷങ്ങൾ, ഒത്തുതീർപ്പുകൾ, എതിർപ്പുകൾ എന്നിവയുടെ ആവിഷ്കാരമെന്ന നിലയിൽ നോക്കിക്കാണാവുന്ന ധാരാളം ഘടകങ്ങൾ ഉള്ളടങ്ങുന്ന ഒരു രചനയാണ് കക്കുകളി. നദാലിയുടെ സ്വാഭാവിക അധിവാസ വ്യവസ്ഥയായി അവതരിപ്പിക്കപ്പെടുന്ന പൊഴിക്കരയിലെ കീഴാള ഇടവും പലതരം സമ്മർദ്ദങ്ങൾക്കും പ്രേരണകൾക്കും വഴങ്ങി അവൾ കുടിയേറുന്ന കന്യാസ്ത്രീ മഠത്തിൻ്റെ മതാധികാര ഇടവുമാണ് ഇവ. ഈ സമ്പർക്കത്തിലൂടെ കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്ന വിഷയി രണ്ട് അധിവാസ വ്യവസ്ഥകളുടെ മധ്യത്തിലായി സ്വയം കണ്ടെത്തുന്നു. കീഴാളവും അപരവുമായ ഇടങ്ങളുടെ ഈ സമ്പർക്കം അധികാരവിമുക്തമായ ഒന്നല്ല. ഇതിൻ്റെ ഫലമായി സ്വന്തമെന്നു കണക്കാക്കുന്ന ഇടത്തിലെ പൂർണ്ണവും സുസ്ഥിരവുമായ അധിവാസത്തിന് തടസ്സങ്ങൾ നേരിടുന്നു. ഇടങ്ങളുടെ കൂട്ടിമുട്ടലും അസ്ഥിരമാക്കപ്പെടുന്ന അധിവാസങ്ങളും ഇവയോടുള്ള സവിശേഷമായ പ്രതികരണങ്ങളും ഈ കഥയിൽ എങ്ങനെ വെളിപ്പെടുന്നുവെന്ന് അന്വേഷിക്കാനാണ് ഈ പഠനം ശ്രമിക്കുന്നത്. കഥയിൽ തെളിയുന്ന അസ്ഥിരവും സംഘർഷനിർഭരവുമായ അധിവാസത്തെ കേന്ദ്രമാക്കി കീഴാള കർത്തൃത്വത്തെക്കുറിച്ചും വിഷയിത്വത്തെക്കുറിച്ചുമുള്ള ചില ആലോചനകൾക്കാണ് ഇവിടെ മുതിരുന്നത്. ഈ സമ്പർക്കത്തിലൂടെയും അതുമൂലം ഉളവാകുന്ന പ്രഭാവങ്ങളിലൂടെയും അവയോടുള്ള പ്രതികരണങ്ങളിലൂടെയും കീഴാള ഇടം കഥയിൽ ഒരു പുതിയ രീതിയിൽ വീണ്ടെടുക്കപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാൻ പഠനം ശ്രമിക്കുന്നു. പ്രബന്ധത്തിലെ ആദ്യത്തെ ഭാഗം കീഴാള അപര ഇടങ്ങളുടെ മുഖാമുഖം, പ്രതലങ്ങൾ, ആന്തരികതകൾ, അസ്ഥിരതകൾ എന്നതാണ്. അധികാരത്തിൻ്റെ മാധ്യസ്ഥത്തിൽ സംഭവിക്കുന്ന ഈ പരസ്പര സമ്പർക്കത്തിലൂടെ ഇടങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്ന അസ്ഥിരതകൾക്ക് പ്രധാനമായും 3 തലങ്ങളുണ്ടെന്ന് കാണാം. ഈ തലങ്ങളുടെ കൂടുതൽ സൂക്ഷ്മമായ വിശകലനമാണ് ഈ ഭാഗത്തുള്ളത്. ഒന്നാമത്തേത് അസ്ഥിരമാകുന്ന ഭൗതികാടിസ്ഥാനങ്ങൾ. ഭൗതികമായ സ്ഥാനചലനങ്ങളും അപര ഭൗതിക ഘടകങ്ങളുടെ കടന്നുവരവുമാണ് ഇവയിൽ ഒരു തലം. പരസ്പരം കൂട്ടിമുട്ടുന്ന രണ്ട് ലോകങ്ങൾ അന്യോന്യം ഏൽപ്പിക്കുന്ന പ്രഭാവങ്ങൾ ഇവിടെ വ്യക്തമാണ്. കന്യാസ്ത്രീ മഠവും നദാലിയുടെ വീടുമാണ് ഈ ലോകങ്ങളുടെ ഗുരുത്വകേന്ദ്രങ്ങളായി വർത്തിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഈ ഭൗതിക ഘടകങ്ങളുടെ സമ്പർക്കം സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളെ ചില ദ്വന്ദ്വങ്ങളുടെ അവതരണത്തിലൂടെയും അനുബന്ധ രൂപക ഘടനകളിലൂടെയുമാണ് കഥയിൽ മുഖ്യമായും ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ദ്വന്ദ്വങ്ങൾ ഏകഘടനയുള്ള പൂർണ്ണസത്തകളായി നിലനിൽക്കുന്നവയല്ല എന്നതും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ആന്തരികമായ ബഹുത്വത്തെയും വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന അവ വിഭിന്ന ഘടകങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന വ്യവസ്ഥകളാണെന്ന് പറയാം. രണ്ടു വ്യവസ്ഥകളുടെ ഈ മുഖാമുഖം 4 സ്ത്രീകൾ മുഖാന്തരമാണ് സംഭവിക്കുന്നത്: മദർ, കൊച്ചു സിസ്റ്റർ, നദാലി, അമ്മ എന്നിവർ. സ്ത്രീകൾ എന്ന നിലയിലുള്ള അവർ പങ്കുചേരുന്ന പൊതുവായ സ്വത്വാവസ്ഥ വിഷയികളെന്ന നിലയിലുള്ള അവരുടെ അധിവാസത്തിൻ്റെ സവിശേഷതയെ മുൻനിർത്തി 2 ലോകങ്ങളായി വേർതിരിയുന്നു. കീഴാള ഇടത്തിൻ്റെ അനുഭവമണ്ഡലത്തിൻ്റെ സ്വീകർത്താക്കളാണ് നദാലിയും അമ്മയും. മദറും കൊച്ചു സിസ്റ്ററും മഠത്തിലെ മതാധികാര അനുഭവമണ്ഡലത്തിൻ്റെയും. എങ്കിലും ഈ മണ്ഡലങ്ങളിൽ അവർ ഒരേ രീതിയിലല്ല അധിവസിക്കുന്നത്. മദർ ഒരു അധികാര രൂപവും
കൊച്ചു സിസ്റ്റർ വിധേയയുമാണ്. നതാലിയുടെയും അമ്മയുടെയും ലോകവും ഇതുപോലെ ബഹുമുഖത്വം പുലർത്തുന്ന ഒന്നാണ്. സ്വന്തം ഇടത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് അപര ഇടത്തെക്കുറിച്ച് അവർ പുലർത്തുന്ന അവബോധങ്ങൾ വ്യത്യസ്തമാണ്. അവബോധത്തിലെ ഈ അന്തരം നതാലിയുടെയും അമ്മയുടെയും അധിവാസത്തെ ഭിന്നതലങ്ങളിൽ വിന്യസിക്കുന്നുവെന്നും അവരുടെ ഇടത്തെ ബഹുമുഖമാക്കുന്നുവെന്നും പറയാം. പരസ്പരം കൂട്ടിമുട്ടുന്ന ഈ വ്യത്യസ്ത ലോകങ്ങൾ അവയിൽ തന്നെ ബഹുമുഖമാണ്. ഇത് ഈ സമ്പർക്കത്തിൻ്റെ അനുരണനങ്ങളെയും തുടർചലനങ്ങളെയും പ്രതികരണങ്ങളെയും ഇരട്ടിപ്പിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇടങ്ങളുടെ മുഖാമുഖത്തോടനുബന്ധിച്ച് കഥയിൽ ശരീരങ്ങൾ രൂപപരവും ഭാഷാപരവുമായ ഒരു ദ്വന്ദ്വഘടനയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാനാകും. ഈ വ്യവസ്ഥകൾ അന്യോന്യം നിരീക്ഷിക്കുകയും ബഹുമുഖമായ പ്രതികരണങ്ങളിലൂടെ അസ്ഥിരതകൾക്കും തടസ്സപ്പെടുത്തലുകൾക്കും വിധേയമാവുകയും ചെയ്യുന്നു. കീഴാള ഇടത്തിൽ വിന്യസിക്കപ്പെടുന്ന ശരീരങ്ങൾ ചലനങ്ങളിലും വസ്ത്രങ്ങളിലും അനായാസതയും സ്വാതന്ത്ര്യവും കൂടുതലായി പ്രകടമാക്കുന്നുവെന്ന് കാണാം. ഈ ഇടത്തിലെ ശരീരങ്ങൾ സ്ത്രൈണതയുടെ ചിഹ്നങ്ങളെ കൂടുതൽ ശബളതയോടെയും ബോധപൂർവവും ധരിക്കുന്നുവെന്നും കാണാം. കീഴാള ഇടത്തിലെ ശരീരങ്ങളുടെ ഈ രീതിയിലുള്ള വിന്യാസക്രമം മഠത്തിലമ്മമാരുടെ കടന്നുവരവോടെ മറ്റൊരു തരം ശരീരക്രമീകരണത്തെ അഭിമുഖീകരിക്കുന്നു. ഈ അപര ഇടത്തിൽ ശരീരങ്ങൾ മതവ്യവഹാരത്തിൻ്റെ കോഡുകളാൽ വ്യത്യസ്തമായ രീതികളിൽ രേഖനം ചെയ്യപ്പെട്ടവയും നിയന്ത്രണങ്ങളിലൂടെ വിഭിന്നമായി ചിട്ടപ്പെടുത്തപ്പെട്ടവയുമാണ്. ചലനങ്ങളും വസ്ത്രങ്ങളും വൈകാരിക ഭാവങ്ങളും സ്ത്രൈണ ചിഹ്നങ്ങളും ഇവിടെ കൂടുതൽ നിയന്ത്രിതവും ദമിതവുമാണ്. ഇടങ്ങളുടെ സമ്പർക്കത്തെ നിർണ്ണയിക്കുന്ന അധികാരബന്ധങ്ങൾക്കുള്ളിൽ ഈ അപര ശരീരക്രമം നതാലിയുടെ കീഴാള ഇടത്തിൻ്റെ ശരീരക്രമത്തേക്കാൾ ബഹുമാന്യവും അഭിലഷണീയവുമായ ഒരു പദവി കൈവരിക്കുന്നു. ശാരീരികതയുടെ ഈ രണ്ട് വ്യവസ്ഥകൾ തമ്മിലുള്ള സമ്പർക്കം രണ്ടു തരത്തിലുള്ള സംഘർഷങ്ങൾക്കും അപക്രമീകരണങ്ങൾക്കും കാരണമായിത്തീരുന്നു. കൊച്ചു സിസ്റ്റർക്കും നതാലിക്കും സംഭവിക്കുന്ന രണ്ടു തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ക്രമപ്പെടുത്തലുകൾക്ക് ആപേക്ഷിക ലാളിത്യമുള്ള നതാലിയുടെ അധിവാസ ഇടത്തെ പറുദീസ എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചു സിസ്റ്റർ മഠത്തിലെ ശരീരക്രമങ്ങളുടെ കോഡുകൾക്ക് പുതിയ ഇടത്തിൽ സംഭവിക്കുന്ന താൽക്കാലികമായ അവഗണനയെ ആസ്വദിക്കുന്നുണ്ട്. ഈ അപക്രമീകരണം കൊച്ചു സിസ്റ്റർക്ക് ഉല്ലാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭവമാണ്. എന്നാൽ ഈ മുഖാമുഖത്തെ തുടർന്ന് തൻ്റെ കീഴാള ഇടത്തിൽ നതാലി വിധേയയാകുന്ന അപക്രമീകരണത്തിൻ്റെ സ്വഭാവം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. തൻ്റെ അധിവാസ ഇടത്തിൻ്റെ വ്യവസ്ഥകളുടെയും ശരീരക്രമങ്ങളുടെയും അസ്ഥിരപ്പെടലിനും അവയിൽ നിന്നുള്ള അന്യവൽക്കരണത്തിനും ശരീരത്തിൻ്റെ പുതിയ രീതിയിലുള്ള പുനഃക്രമീകരണത്തിനുമാണ് നതാലി വിധേയയാകുന്നത്. ചലനങ്ങൾ, വസ്ത്രങ്ങൾ, വൈകാരിക ഭാവങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഈ പുതിയ ശരീരക്രമത്തിൻ്റെ ഭാഗമാണ്. നതാലിയുടെ ശരീരം അപര ഇടത്തിൻ്റെ ക്രമീകരണങ്ങളിലേക്കും കോഡുകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നുവെന്ന് പറയാം. ശരീരത്തിൻ്റെ പൂർണ്ണ വിവർത്തനമല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നത് പ്രധാനമാണ്. വിവർത്തനത്തിൻ്റെ അപൂർണതയും അപര ഇടത്തിലെ സുസ്ഥിരവും പൂർണ്ണവുമായ അധിവാസത്തിൻ്റെ അസാധ്യതയും ബിംബാവലികളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും പ്രവചിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണ വിവർത്തനത്തെ അസാധ്യമാക്കുകയും അപരവ്യവസ്ഥയിലെ സുസ്ഥിര അധിവാസത്തെ പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളിൽ ശരീരത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ടെന്ന് കാണാം. ശരീരം ഒരേ സമയം വിവർത്തനത്തെ സാധ്യമാക്കുകയും എന്നാൽ പൂർണ്ണ വിവർത്തനത്തെ ചെറുക്കുകയും ചെയ്യുന്ന ഒരു ചിഹ്നമണ്ഡലമായി വർത്തിക്കുന്നു. നതാലിയുടെ ശരീരം അതിൻ്റെ ബാഹ്യതയിൽ പുതിയ ചിഹ്നവ്യവസ്ഥകളെ സ്വീകരിക്കുന്നുവെങ്കിലും കൂടുതൽ ആന്തരികവും സ്വകാര്യവുമായ ഒരു തലത്തിൽ അത് ഇത്തരം രേഖനങ്ങളോട് കലഹിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ആന്തരികതകളും പ്രതലങ്ങളും, വീക്ഷണ ബഹുലതയിലൂടെ രൂപപ്പെടുന്ന അസ്ഥിരതകൾ. രണ്ടാമത്തെ തലം ഭൗതികമായ സമ്പർക്കങ്ങളുടെയും സ്ഥാനഭ്രംശങ്ങളുടെയും ഈ പ്രാഥമിക ആഖ്യാന ഘടനയ്ക്കകത്ത് ആന്തരികതകളുടെയും പ്രതലങ്ങളുടെയും വ്യത്യസ്ത വിനിമയങ്ങളിലൂടെ സംഭവിക്കുന്ന കാഴ്ചയുടെയും അവബോധത്തിൻ്റെയും അവസ്ഥാന്തരങ്ങളാണ്. ഓരോ ഇടവും ആന്തരികതയുമായും ബാഹ്യതയുമായും ബന്ധപ്പെട്ട വ്യത്യസ്ത നോട്ടങ്ങൾക്ക് വിധേയമാവുകയും വീക്ഷകർക്ക് വിഭിന്ന യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ ഇടവും അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വൈവിധ്യമാർന്ന നോട്ടങ്ങൾക്ക് വിഷയമാകുന്നു. ഇടത്തിൻ്റെ യാഥാർത്ഥ്യം ഈ നോട്ടങ്ങൾക്കു കീഴിൽ വിഭിന്നങ്ങളായ അവബോധങ്ങളെ ഉണർത്തുന്നു. ആന്തരിക യാഥാർത്ഥ്യത്തിൻ്റെ സ്വയം പൂർണ്ണതയെ ഈ വീക്ഷണ ബാഹുല്യം അസ്ഥിരമാക്കുന്നത് രണ്ടു രീതിയിലാണ്. ഒന്നാമതായി അത് ഒരു അപര അഭിപ്രായത്തെ അവതരിപ്പിക്കുന്നതിലൂടെ ബഹുത്വത്തെയും സംഘർഷാന്തരീക്ഷത്തെയും സൃഷ്ടിക്കുന്നു. രണ്ടാമതായി ഈ വീക്ഷണ ബാഹുല്യം
ആന്തരിക യാഥാർത്ഥ്യത്തെ സ്വയം സ്ഥാപനത്തിനായി പ്രേരിപ്പിക്കുകയും അതിലൂടെ ആന്തരിക യാഥാർത്ഥ്യത്തിൻ്റെ അസ്ഥിരതയെയും ബഹുമുഖത്വത്തെയും അതിനു തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. മൂല്യപരമായും സത്താപരമായും മൗലിക വ്യത്യാസങ്ങളുള്ള വേറിട്ട യാഥാർത്ഥ്യ സ്ഥാനങ്ങളായി ആന്തരികത, ബാഹ്യത എന്നീ പരികല്പനകളെ വേർതിരിക്കുവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പലതരം ബാഹ്യതകളിൽ അഥവാ പ്രതലങ്ങളിൽ ലേഖനം ചെയ്യപ്പെടുകയും അവയിലൂടെ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് യാഥാർത്ഥ്യങ്ങൾ നിലവിൽ വരികയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നത്. അനുഭവം, ആഭിമുഖ്യം, വിദൂരസ്ഥത, സമീപസ്ഥത എന്നിവയുമായി ബന്ധപ്പെട്ട വിഭിന്ന വിഷയീസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്ന കഥാപാത്രങ്ങൾ ദർശിക്കുന്ന വിവിധ തലങ്ങളിലുള്ള ബാഹ്യതകളെയും അവയിൽ ലേഖനം ചെയ്യപ്പെടുന്ന ബഹുമുഖവും സംഘർഷപൂർണവുമായ യാഥാർത്ഥ്യങ്ങളെയും സൂചിപ്പിക്കുവാനാണ് ആന്തരികത, ബാഹ്യത, പ്രതലങ്ങൾ മുതലായ പരികല്പനകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മദറിൻ്റെയും കൊച്ചു സിസ്റ്ററുടെയും ബാഹ്യവീക്ഷണങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നദാലിയുടെ സ്വന്തം ആന്തരിക വീക്ഷണത്തിൻ്റെ സ്വയം സ്ഥാപനത്തിനും അതിൻ്റെ വ്യതിരിക്തതയെയും ബഹുമുഖത്വത്തെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിനും പ്രേരണ നൽകുന്നു. ഒപ്പം ഇടത്തെ സംബന്ധിക്കുന്ന പലതരം നോട്ടങ്ങൾ കലരുന്ന ബഹുലമായ ഒരു വീക്ഷണമണ്ഡലത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ആന്തരികതയുടെ വ്യാവഹാരികതയെയും അസ്ഥിരതയെയും അപൂർണതയെയും വെളിപ്പെടുത്തുന്നതിന് അവസരമൊരുക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, ഓർമ്മയുടെ സമാന്തര ഇടങ്ങൾ സൃഷ്ടിക്കുന്ന അസ്ഥിരതകൾ. നദാലിയുടെ കീഴാള ഇടത്തെ സ്ഥിരതയുടെ ഘടനകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അസ്ഥിരതകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഓർമ്മ. ഓർമ്മകളിലൂടെ നദാലി വർത്തമാനത്തിലെ ഇടത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരിടത്തെ പാഠത്തിലേക്ക് ആനയിക്കുന്നു. ഇതിലൂടെ നദാലിയുടെ കീഴാള ഇടം സമയത്തെ മുൻനിർത്തി ബഹുമുഖവൽക്കരിക്കപ്പെടുകയും പരിണാമത്തിൻ്റെ ജൈവികതയെ ഉൾക്കൊള്ളുകയും സ്വന്തം ആപേക്ഷികത്വത്തെയും അസ്ഥിരതയെയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൻ, ക്ലാര ചൂച്ചി, വാസു സഖാവ് എന്നിങ്ങനെ കഥയിലെ ചില കഥാപാത്രങ്ങൾ ഈ സ്മൃതി മണ്ഡലത്തിൽ മാത്രം നിലകൊള്ളുന്നവരാണ്. ആഖ്യാനത്തിൻ്റെ മുഖ്യധാരയെ ഇടയ്ക്കിടെ അപ്രതീക്ഷിതമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവർ നദാലിയുടെ ഇടത്തിലേക്ക് സമയപരമായ ഒരു അധിക തലത്തെ കൂട്ടിച്ചേർത്ത് അതിനെ ഏകഘടനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. മരിച്ചുപോയ പിതാവിനെക്കുറിച്ചുള്ള നദാലിയുടെ ഓർമ്മകളിൽ തെളിയുന്ന ഇടം സമയത്തിൽ വിദൂരസ്ഥവും ആദർശ സൗന്ദര്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും സ്പർശമുള്ളതുമായ ഒന്നാണ്. കൊച്ചു സിസ്റ്റർ നോക്കിക്കാണുന്ന നദാലിയുടെ ഇടത്തിൻ്റെ ബാഹ്യതയെപ്പോലെ ഇവിടെ നദാലി സ്വന്തം ഇടത്തെ സമയാന്തരങ്ങളെ മുൻനിർത്തി ഒരു ബാഹ്യവീക്ഷണത്തിന് വിധേയമാക്കുന്നു. സ്വന്തം ആന്തരിക ഇടത്തിൻ്റെ ഭൂതകാലത്തിൽ നദാലി ആകർഷകമായ ഒരു ബാഹ്യതയെ അഥവാ പ്രതലത്തെ ദർശിക്കുന്നു. ഇതിലൂടെ ആന്തരികതയിൽ ഒരു ബാഹ്യ വീക്ഷണതലം കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഏകഘടനയിൽ നിന്നും ഏകവീക്ഷണത്തിൽ നിന്നുമുള്ള നദാലിയുടെ കീഴാള ഇടത്തിൻ്റെ അസ്ഥിരീകരണവും ബഹുത്വവൽക്കരണവും ഇതിലൂടെ സംഭവിക്കുന്നുവെന്ന് പറയാം. പ്രബന്ധത്തിലെ അടുത്ത ഭാഗം അപൂർണ വിവർത്തനവും അധിവാസത്തിൻ്റെ പ്രതിസന്ധികളും എന്നതാണ്. മഠത്തിൽ എത്തിയ ശേഷം നദാലി വിധേയയാകുന്ന വിവർത്തന പ്രക്രിയകൾ വൈവിധ്യമാർന്നവയും പലതരത്തിൽ അപൂർണതകളെ പ്രകടമാക്കുന്നവയുമാണ്. ഈ വിവർത്തന പ്രക്രിയയിലെ ഒരു പ്രധാന ഘടകം മുൻപ് സൂചിപ്പിച്ചതുപോലെ ശരീരം തന്നെയാണ്. മഠത്തിലെത്തിയ ശേഷം പുതിയ ശരീരക്രമങ്ങളെ ധരിക്കുന്ന പ്രക്രിയയുടെ അടുത്ത ഘട്ടങ്ങളിലൂടെ നദാലി കടന്നുപോകുന്നു. അവളുടെ ശരീരത്തിൻ്റെ ദൃശ്യത, ചലനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ പുതിയ മട്ടിൽ ചിട്ടപ്പെടുത്തപ്പെടുന്നു. മരണത്തെയും പുതിയ ജനനത്തെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന പ്രവൃത്തികൾ ഈ വിവർത്തന പ്രക്രിയകളിൽ ഉള്ളടങ്ങുന്നുണ്ട്. നദാലി വിധേയയാക്കപ്പെടുന്ന ഈ പുനരധിവാസ പ്രക്രിയകൾ പൂർണ്ണ വിവർത്തനത്തിൻ്റെ പ്രതീതിയെ സൃഷ്ടിക്കുന്നുവെങ്കിലും അവ അപൂർണ ശ്രമങ്ങളായി അവശേഷിക്കുന്നുവെന്നതാണ് വസ്തുത. പലതരത്തിലുള്ള ഭ്രംശങ്ങൾ കൊണ്ട് അസ്വസ്ഥമാണ് പൂർണ്ണ വിവർത്തനത്തിൻ്റെ ഈ പ്രതല പ്രതീതി. വിവർത്തനത്തിൻ്റെ മറ്റൊരു തലം നാമകരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൻ നൽകിയ നദാലി എന്ന സോവിയറ്റ് പേരിനു പകരം മേഫ്ലവർ എന്ന പേര് അവൾക്കു നൽകപ്പെടുന്നു. ദാരിദ്ര്യവും പരാധീനതകളും നിറഞ്ഞ ഭൂതകാലത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന ലക്ഷം വീട് എന്ന വീട്ടുപേര് മാറ്റി പകരം കുരിശിങ്കൽ എന്നാക്കുന്നു. നദാലിയുടെ സ്വത്വവും അവളുടെ കീഴാള അധിവാസത്തിൻ്റെ സ്ഥലപരമായ യാഥാർത്ഥ്യവും ഇവിടെ പൊളിച്ചെഴുതപ്പെടുന്നു. ഈ അയഥാർത്ഥ സൂചകങ്ങളിലേക്കുള്ള നദാലിയുടെ സ്വത്വവിവർത്തനത്തെ ചെറുക്കുന്ന ഒരു പ്രധാന ഘടകം തൻ്റെ യാഥാർത്ഥ്യ അടിത്തറയെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന അവളുടെ ഓർമ്മകൾ തന്നെയാണ്. ആഖ്യാനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തുറന്നുവരുന്ന ഈ ഓർമ്മകളിൽ അപ്പനും അമ്മയും കളിക്കൂട്ടുകാരെയും നദാലിയെ നദാലി എന്നു തന്നെ വിളിക്കുന്നു.
ഈ ഓർമ്മയിടങ്ങൾ അവരുടെ കീഴാള അധിവാസത്തിൻ്റെ സ്ഥലരാശിയുടെ യാഥാർത്ഥ്യത്തെയും മൂർത്തതയെയും സമയത്തിലെ അടിസ്ഥാനത്തെയും നിരന്തരം ശ്രദ്ധയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. നദാലി വിധേയയാകുന്ന ഈ വിവർത്തന പ്രക്രിയയിൽ ശരീരം മറ്റൊരു രീതിയിൽ പുനർവിഭാവനം ചെയ്യപ്പെടുന്നുവെന്നു കാണാം. ശരീരത്തിൻ്റെ ബാഹ്യത പുതിയ അധിവാസ ഇടത്തിൽ സ്വകാര്യവും ലജ്ജാകരവുമായ ഒരു ആന്തരികതയായി പുനർരചിക്കപ്പെടുന്നു. ശരീരകേന്ദ്രിതമായ ആന്തരികതയുടെയും ബാഹ്യതയുടെയും ഈ പുതിയ ക്രമത്തിലേക്ക് പൂർണ്ണമായി വിവർത്തനം ചെയ്യപ്പെടുകയും വിധേയപ്പെടുകയും ചെയ്യുന്നവയാണ് പുതിയ ഇടത്തിലെ അഭികാമ്യങ്ങളായ നിഷ്കളങ്ക ശരീരങ്ങൾ. അങ്ങനെയല്ലാത്തവ അനഭികാമ്യങ്ങളായ പാപശരീരങ്ങളും. ഈ മൂല്യവ്യവസ്ഥയിലേക്കുള്ള നദാലിയുടെ വിവർത്തനം അപൂർണമാണെന്ന് വ്യക്തമാണ്. തൻ്റെ ശരീരത്തെ നദാലി ബാഹ്യവൽക്കരിക്കുന്ന സന്ദർഭങ്ങൾ കഥയിൽ തീർച്ചയായും കാണാൻ സാധിക്കും. നദാലിയുടെ ശരീരവിവർത്തനത്തിലെ ഇത്തരം അപൂർണതകളെ അമർത്തിവയ്ക്കാനും ചിട്ടപ്പെടുത്താനും മഠത്തിലെ അധികാര വ്യവസ്ഥ പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവയിലൊന്ന് ശരീരത്തെ വിവിധ തരം പരിമിതികളുടെ ഒരു മണ്ഡലത്തിലേക്ക് ഒതുക്കുക എന്നതാണ്. എങ്കിലും ഇത്തരം പരിമിതപ്പെടുത്തലുകൾക്ക് പുതിയ ശരീരക്രമത്തിലേക്കുള്ള നദാലയുടെ പൂർണ്ണ വിവർത്തനത്തെ സാധ്യമാക്കാനാകുന്നില്ല. ഈ ക്രമപ്പെടുത്തലുകളോടുള്ള ശരീരത്തിൻ്റെ പ്രതിരോധാത്മകത കഥയിൽ നദാലിയുടെ പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളുടെ സൂചനകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ചലനം, ഭോജനം, ശിക്ഷണം, വിശ്രമം എന്നിങ്ങനെ പുതിയ അധിവാസ ഇടത്തിൽ നദാലി ഏർപ്പെടുന്ന എല്ലാ ശാരീരിക വൃത്തികളിലും വേദനയും അസ്വസ്ഥതയും നിറഞ്ഞു നിൽക്കുന്നു. ശരീരം ഒരു സന്ദർഭത്തിലും പുതിയ ഇടത്തിൽ സ്വസ്ഥവും സൗഖ്യപൂർണവുമായി അധിവസിക്കുന്നില്ല. പുതിയ ഇടത്തിലെ സുസ്ഥിരവും സുഗമവുമായ അധിവാസത്തിൻ്റെയും പൂർണ്ണവും പ്രതിരോധമുക്തവുമായ വിവർത്തനത്തിൻ്റെയും അസാധ്യതയെയാണ് നദാലിയുടെ വേദനകൾ സൂചിപ്പിക്കുന്നതെന്ന് പറയാം. പ്രബന്ധത്തിലെ അടുത്ത ഭാഗം കർത്തൃത്വം, പ്രതിരോധം, കീഴാള ഇടത്തിലെ സുസ്ഥിര അധിവാസം, വീണ്ടെടുപ്പുകളും പുനർവിഭാവനങ്ങളും എന്നതാണ്. പുതിയ അധിവാസ വ്യവസ്ഥയിലേക്കുള്ള വിവർത്തന പ്രക്രിയയിൽ ഉൾച്ചേരുന്ന അധികാരപ്രയോഗവും ഹിംസാത്മകതയും നദാലിയുടെ കർത്തൃത്വത്തിൻ്റെ അമർത്തിവയ്ക്കലിലേക്കും തടസ്സപ്പെടുത്തലിലേക്കും നയിക്കുന്നുവെന്ന് ഈ ചർച്ചയെ അടിസ്ഥാനമാക്കി പറയാവുന്നതാണ്. എങ്കിലും നദാലി ഈ വിവർത്തന അനുഭവത്തിൻ്റെ കേവലം ഒരു സ്വീകർത്താവായി മാത്രമാണ് നിലകൊള്ളുന്നത് എന്നു കരുതാനാകില്ല. മഠത്തിലെ അനുഭവമണ്ഡലത്തിൻ്റെ വിവിധ തരത്തിലുള്ള സ്വീകരണ അനുഭവങ്ങൾ നദാലിയുടെ കർത്തൃബോധത്തിൻ്റെ ഉണർച്ചയ്ക്കും വീണ്ടെടുപ്പിനും കാരണമായി തീരുകയും ചെയ്യുന്നു. ഈ വീണ്ടെടുപ്പിൽ പലതരത്തിലുള്ള ഘടകങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ട്. നദാലി നേരിടുന്ന പലതരത്തിലുള്ള അപമാനങ്ങളുടെയും ലജ്ജയുടെയും അനുഭവങ്ങളാണ് ഇവയിലൊന്ന്. റൈറ്റിംഗ് ദ ഫസ്റ്റ് പേഴ്സൺ എന്ന ഗ്രന്ഥത്തിൽ ഉദയകുമാർ സൂചിപ്പിക്കുന്നതുപോലെ ഇത്തരം അപമാന അനുഭവങ്ങളും അപമാനബോധവും അനുഭവങ്ങളുടെ നിസ്സഹായമായ സ്വീകരണത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ദളിത് കർത്തൃത്വത്തിൻ്റെ ഉണരലിനെ കൂടിയാണ്. തീക്ഷ്ണമായ അപമാനബോധം വിഷയിയെ തൻ്റെ സ്വത്വബോധവുമായി ചേർത്ത് വയ്ക്കുകയും മുഖാമുഖം കൊണ്ടുവരികയും ചെയ്യുന്നു. ഞാൻ എന്ന സ്വത്വബോധത്തിൻ്റെ നിറവ് വിഷയിൽ സംഭവിക്കുന്നു. വിഷയിയുടെ അപമാന അനുഭവങ്ങളുടെ സ്വീകരണം കർത്തൃത്വത്തിൻ്റെ അഭാവത്തെയല്ല, സാന്നിധ്യത്തെയാണ് ഉൾക്കൊള്ളുന്നത്. മഠത്തിൽ നദാലി അപമാനത്തിൻ്റെയും ലജ്ജയുടേതുമായ പലതരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നദാലിയുടെ ശരീരത്തിൻ്റെ വേദനകളും അസ്വസ്ഥതകളും സുസ്ഥിരവും സുഗമവുമായ അധിവാസത്തെ ചെറുക്കുന്നതിന് സമാന്തരമായി ഇത്തരം മാനസികമായ അപമാന അനുഭവങ്ങൾ അവളുടെ സ്വത്വബോധത്തിന് വ്യക്തത നൽകുകയും കർത്തൃബോധത്തെ ഉണർത്തുകയും ചെയ്യുന്നു. ആഖ്യാനത്തിൻ്റെ തുടർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷമാകുന്നതായി മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള നദാലിയുടെ സ്മൃതിലോകങ്ങൾ തന്നെയാണ് മറ്റൊരു ഘടകം. ഈ ഓർമ്മകൾ ഭൂതകാലത്തിൽ വേരുറപ്പിച്ച നദാലിയുടെ സ്വത്വാവസ്ഥയുടെയും അവളുടെ കീഴാള അധിവാസ ഇടത്തിൻ്റെയും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടവയാണ്. ഓർമ്മകളിലൂടെ ഇത്തരം സന്ദർഭങ്ങളിൽ നദാലി ഒരു ബദൽ ആഖ്യാനം നിർമ്മിക്കുന്നുവെന്ന് കരുതാം. ഓർമ്മകളിലൂടെ തന്നെക്കുറിച്ച് തന്നെ നദാലി നിർമ്മിച്ചെടുക്കുന്ന ഈ ആഖ്യാനം അവളുടെ സ്വത്വബോധത്തിൻ്റെയും കർത്തൃബോധത്തിൻ്റെയും ഉണർച്ചയിലേക്കും വികാസത്തിലേക്കും നയിക്കുന്നു. താൻ വിധേയയായിക്കൊണ്ടിരിക്കുന്ന വിവർത്തന പ്രക്രിയയിലെ ചില വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ഉപരിപ്ലവതകളെക്കുറിച്ചുമുള്ള നദാലിയുടെ തിരിച്ചറിവുകളാണ് മറ്റൊരു ഘടകം. ഈ തിരിച്ചറിവുകളിലൂടെ പുതിയ ഇടത്തിലെ അധിവാസത്തിൻ്റെ വ്യവസ്ഥകളുടെ ദുർബലതയും ദ്വിമുഖത്വവും അവൾക്ക് മനസ്സിലാക്കുകയും അതിലുള്ള വിശ്വാസം അവൾക്ക് നഷ്ടമാകുകയും ചെയ്യുന്നു. ഈ തിരിച്ചറിവുകളും അതിൻ്റെ ഭാഗമായുള്ള വിശ്വാസനഷ്ടവും അവളെ വിധേയഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവളുടെ കർത്തൃബോധത്തെ ഉണർത്തുകയും ചെയ്യുന്നു.
മഠത്തിൽ ചേർന്ന് 2 വർഷങ്ങൾക്കു ശേഷം കൊച്ചു സിസ്റ്ററോടൊപ്പം വീട് സന്ദർശിക്കുന്ന നദാലി തൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ അസുഖകരമായ മുഖം കണ്ടറിയുന്നുണ്ട്. വീട്ടിലേക്കുള്ള വരവിൽ നദാലി തൻ്റെ അസാന്നിധ്യത്തിൽ അമ്മയുടെ അധിവാസത്തിന് സംഭവിക്കുന്ന അസ്ഥിരതയെക്കുറിച്ച് ബോധവതിയാകുന്നുണ്ടെന്ന് പറയാം. പുതിയ അധിവാസ വ്യവസ്ഥയിൽ നദാലിക്കുണ്ടാകുന്ന അവിശ്വാസത്തിൻ്റെയും അവളുടെ കർത്തൃബോധത്തിൻ്റെയും ഉണർച്ചയ്ക്ക് കാരണമാകുന്ന തിരിച്ചറിവുകളിലേക്ക് ഇത് കൂടി ചേർത്ത് വയ്ക്കാനാവുന്നതാണ്. ഈ രീതികളിൽ ഉണർവും വികാസവും കൈവരിക്കുന്ന നദാലിയുടെ കർത്തൃബോധം അവളുടെ പിന്നീടുള്ള പ്രതികരണങ്ങളെ നിർണ്ണയിക്കുന്നുവെന്ന് പറയാം. നദാലി തൻ്റെ അധിവാസത്തിൻ്റെ അസ്ഥിരതകളെ ആലിംഗനം ചെയ്യുകയും സ്ഥിര അധിവാസത്തിൻ്റെ ഉപരിപ്ലവമായ വ്യവസ്ഥപ്പെടുത്തലുകൾക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും പൂർണ്ണ വിവർത്തനത്തിൻ്റെ വൈരുദ്ധ്യപൂർണ്ണമായ ക്രമങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. നദാലിയുടെ പ്രതിരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും 3 തലങ്ങളുണ്ടെന്ന് കാണാം. ഒന്നാമതായി, അവൾ മഠത്തിൻ്റെ അധിവാസ വ്യവസ്ഥയിൽ പുനർവിഭാവനത്തിന് വിധേയമായ ശരീരത്തിൻ്റെ ക്രമപ്പെടുത്തലുകളെ അട്ടിമറിക്കുന്നു. രണ്ടാമതായി, നദാലി തൻ്റെ വിവർത്തന പ്രക്രിയയ്ക്ക് മുന്നോടിയായി അരങ്ങേറിയ പ്രതീകാത്മക മൃതിയെ അട്ടിമറിക്കുന്നു. മൂന്നാമതായി, അവൾ പുതിയ അധിവാസ വ്യവസ്ഥയുടെ ആന്തരിക വൈരുദ്ധ്യങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഈ പ്രതിഷേധങ്ങളിലൂടെയും അട്ടിമറികളിലൂടെയും പ്രതിരോധങ്ങളിലൂടെയും നദാലി അപരയിടത്തിലെ അധിവാസത്തോടുള്ള തൻ്റെ കലഹത്തെ വ്യക്തമായി പ്രകടമാക്കുന്നു. വിവർത്തന പ്രക്രിയയെ തീർത്തും ചെറുക്കുന്ന നദാലി മഠത്തിൽ നിന്ന് തിരിച്ചയക്കപ്പെടുന്നു. അമ്മ അവളെ കൂട്ടിക്കൊണ്ടുപോരുകയും ചെയ്യുന്നു. അമ്മയോടൊപ്പം നദാലി തിരികെ ചെല്ലുന്ന കീഴാള ഇടം അവൾ അവിടെ നിന്നും വിട്ടുപോരുമ്പോഴുള്ള ഭൂതകാലത്തിലെ ഇടമല്ല, വീണ്ടെടുക്കപ്പെടുകയും പുതുക്കപ്പെടുകയും പുനർനിർവചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ അധിവാസ മണ്ഡലമാണ്. പരിണമിക്കപ്പെട്ട ശുദ്ധവബോധത്തോടെയും കർത്തൃബോധത്തോടെയുമാണ് നദാലിയും അമ്മയും ഈ ഇടത്തിലേക്ക് കടന്നുവരുന്നത്. വീണ്ടെടുക്കപ്പെടുന്ന ഈ കീഴാള അധിവാസ വ്യവസ്ഥ ഒരു ആദർശാത്മക സ്ത്രൈണ ഇടമെന്ന നിലയിലാണ് പുനർവിഭാവനം ചെയ്യപ്പെടുന്നത്. നദാലിയുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട കീഴാള ഇടത്തിൻ്റെ സ്ത്രൈണ ചിഹ്നങ്ങൾ ഇവിടെ വീണ്ടും ധരിപ്പിക്കപ്പെടുന്നു. അലക്ഷ്യതത്വത്തിൻ്റെ ഘടകങ്ങൾ ഒഴിഞ്ഞുപോയ ഈ പുതിയ ഇടം സുസ്ഥിരമായ അധിവാസത്തിൻ്റേതാണെന്നും കാണാം. പങ്കുവയ്ക്കൽ, സാന്ത്വനം, പരിപാലനം, സഖ്യം എന്നിങ്ങനെയുള്ള വൈകാരിക മൂല്യങ്ങൾക്ക് ഈ പുതിയ കീഴാള ഇടത്തിൻ്റെ വിഭാവനത്തിൽ പ്രാധാന്യം ലഭിക്കുന്നു. മഠത്തിലെ വിവർത്തന പ്രക്രിയയുടെ ഭാഗമായി നദാലി വിധേയയാക്കപ്പെട്ട ശാരീരികമായ പരിമിതപ്പെടുത്തലുകളോടുള്ള വിപരീതമായ ഒരു പ്രതികരണവും ഇവിടെ ഉള്ളടങ്ങുന്നു. നദാലിയുടെ കർത്തൃത്വത്തിൻ്റെ പ്രകാശനവേദി കൂടിയാണ് വീണ്ടെടുക്കപ്പെട്ട ഈ കീഴാള ഇടം. നദാലിയും അമ്മയും അധിവസിക്കുന്ന കീഴാള സ്ത്രൈണ ഇടം സ്വച്ഛവും ശുദ്ധവുമായ ഒരു ആന്തരികതയുടെ പരിവേഷത്തെ ധരിക്കുന്നുണ്ട്. ഇടത്തെ പ്രതലവൽക്കരിക്കുന്ന ബാഹ്യനോട്ടങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. സുസ്ഥിരമായ അധിവാസത്തെയും കർത്തൃത്വത്തിൻ്റെ പ്രകാശനത്തെയും സാധ്യമാക്കുന്ന സ്ത്രൈണവും ആന്തരികവുമായ ഒരു ആദർശ അധിവാസ സ്ഥാനമായി കഥയിൽ കീഴാള ഇടം പുനർവിഭാവനം ചെയ്യപ്പെടുന്നുവെന്നും വീണ്ടെടുക്കപ്പെടുന്നുവെന്നും ഈ ചർച്ചയെ മുൻനിർത്തി പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്.